നമസ്കാരം, ബ്ലാക്ക് ഡോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിശ്വനാഥൻ. എൻ്റെ വീട് വന്ന് ചാന്തിരുത്തിയായിരുന്നു. ഇപ്പോൾ വന്നിട്ട് തെന്നൂർ കൊങ്ങത്തുംകുള്ള താമസം. അപ്പോൾ ഞാൻ 4-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ജോലി സെൻറ്ററിങ് കോൺട്രാക്ടറാണ്. രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ KSCയിലൂടെ 90-91 KSCയിലൂടെ കൊടുവായൂർ പഠിച്ചിരുന്നു. SLC പഠിക്കുന്ന കാലത്ത് അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പഠിച്ചിരിക്കുമ്പോഴാണ് KSC ഇവിടെ ഒരു വിജയം കൈവരിച്ചത്. അതിൽ ഞാൻ മത്സരിച്ചിരുന്നായിരുന്നു. അതിന് എനിക്ക് 20 വോട്ടോളം എനിക്ക് അന്ന് കിട്ടിയിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ കയറിയത്. പാരമ്പര്യ കോൺഗ്രസ്സുകാരാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കഴിയാവുന്ന ആൾക്കാർക്കെല്ലാം ഓരോന്ന്, അതായത് വീടില്ലാത്തവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളെ ക്ഷേമ പെൻഷൻ്റെയും മറ്റുള്ളതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ച ഈ കട്ടിൽ മറ്റുള്ള സാധനങ്ങൾ കിട്ടാത്തവർക്ക് നമ്മൾ എഴുതി കൊടുക്കാനും പങ്കെടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ആദ്യമായിട്ടാണത്. ജയിച്ചു വന്നാൽ നമ്മളാവുന്നതൊക്കെ ചെയ്തു കൊടുക്കും. ഒന്നാമത് ഇന്ന് വോട്ട് ചെയ്യിക്കാൻ പോയപ്പോൾ ഒരാൾക്കാർ ജനങ്ങളുടെ പരാതി, നല്ല പരാതിയുണ്ട്. ഇപ്പോൾ എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥിയും ജില്ലാ സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കണമെന്ന് എൻ്റെയും കൂടി വിജയത്തിനെ ഞാൻ അപേക്ഷിച്ചു തുടങ്ങും. ശങ്കരൻ, 6-ാം വാർഡ് UDF സ്ഥാനാർത്ഥി, വടക്കമ്പാടം ഇടശ്ശേരിക്കളം. ജോലി കെട്ടിട നിർമ്മാണം. ഞാൻ ആദ്യകാലത്ത് CPM വടക്കമ്പാടം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു, അനുഭവിയായിട്ട് പ്രവർത്തിക്കുന്നു. നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല. ജനങ്ങൾക്ക് ജയിച്ചു വന്നാൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, റോഡ്, പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. റോഡില്ലാത്തവിടെ റോഡ് നിർമ്മിക്കുകയും വെള്ളമില്ലാത്തവിടെ വെള്ളം എത്തിക്കുകയും പിന്നെ ലൈറ്റില്ലാത്തവിടെ ലൈറ്റ് എത്തിക്കുകയും തൊഴിലുറപ്പ് പദ്ധതി എത്താത്ത ഭാഗത്ത് എത്തിക്കുകയും അതൊക്കെ ചെയ്യും. 6-ാം വാർഡ് സ്ഥാനാർത്ഥിയായ ശങ്കരനായ എനിക്ക് കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ സംഗീത. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊയ്മാർപാടം 10-ാം വാർഡിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുകയാണ്. കൂടെ അടയാളമാണ് എൻ്റെ ചിഹ്നം. ഞാനിപ്പോൾ ഒരു ഫൈനാൻസിൽ വർക്ക് ചെയ്യാണ്. രാഷ്ട്രീയ മുൻപരിചയമൊന്നുമില്ല. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു രാജ്യ പുരസ്കാർ ഗൈഡാണ്. അത് സാമൂഹ്യ സേവനത്തിനുള്ള ഒരു അവാർഡ് തന്നെയാണ്. എനിക്ക് സാമൂഹ്യ സേവനം ഒരുപാട് ഇഷ്ടമാണ്. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല. ജയിച്ചു വന്ന എൻ്റെ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി. അപ്പോൾ അതിലൊരു വീട്ടിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന്. പക്ഷേ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് അർഹതയുള്ളതെല്ലാം ഞാൻ നേടിയെടുത്തു. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ എനിക്ക് വേണം. എൻ്റെ അടയാളം കൂടെയാണ്. ഈ ചിഹ്നത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് മുരളീധരൻ. ഞാൻ കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പിന്നെ കൈപ്പത്തിയാണ്. എൻ്റെ വീട് കോളോട് പവർ സ്റ്റേഷൻ്റെ തൊട്ട് തന്നെയാണ് എൻ്റെ വീട്. ജോലി ഞാൻ കേബിൾ ഓപ്പറേറ്ററാണ്. പഠിക്കുന്ന കാലം മുതൽ രാഷ്ട്രീയത്തിലുണ്ട്. അന്ന് മുതൽ തന്നെ കോൺഗ്രസിനെ വിശ്വസിച്ച് KSCയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ITIയിൽ പോകുമ്പോൾ KSCൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചിട്ടുണ്ട്.
സാമൂഹിക പ്രവർത്തനം വന്നാൽ ഞാൻ അങ്ങനെ ഇതായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാൽ നമ്മുടെ പരിസരത്തുള്ള വൃദ്ധസാധനമുണ്ട്. അതിന് ഞാൻ കഴിയുന്ന സഹായങ്ങൾ ഞാൻ പല ആഘോഷ സമയങ്ങളിലും ആഹാര സാധനങ്ങളും അതിന് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കും. വൃദ്ധസാധനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇല്ല ഫസ്റ്റ് ടൈമാണ്. ജയിച്ചു വന്നാൽ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് നമ്മുടെ വാർഡിൽ പല ഭാഗങ്ങളിൽ പോയപ്പോൾ പലരും വീട്ടിൽ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട്. പിന്നെ പൈപ്പ് ലൈൻ തൊട്ട വീട്ടിൻ്റെ എത്തിയിട്ട് ഒരു വീട്ടിലെത്താതെ ചിലപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് തോന്നുന്നു. അവർക്ക് ബിൽഡിങ്ങിൻ്റെ പൈസ പാസ്സായിട്ടും മുകളിൽ നിന്ന് ബ്ലോക്ക് നില പാസ്സായി ഇവിടെ എത്തിയിട്ടും ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ബില്ല് എന്താണ് ഒരു രാഷ്ട്രീയ കാരണങ്ങളാൽ കിട്ടാതെ വന്നു എന്നാണ് ചോദിച്ച് പറഞ്ഞത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരികയാണെങ്കിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ 13-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എനിക്ക് നിങ്ങളെല്ലാവരും കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അതുപോലെ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്കും ജില്ലാ സ്ഥാനാർത്ഥികൾക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ വാർഡുകളിൽ ഇവർക്കെതിരെ മത്സരിക്കുന്ന മറ്റു പാർട്ടി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബ്ലാക്ക് ടോക്ക്.